ബൗളിൽ കാണുന്ന ഫുൾ കിൻഡർ ജോയ് ആണ് എന്റെ സമ്പാദ്യം. ഹായ് ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കിൻഡർ ജോയ് ടോയ് കളക്ഷനാണ്. ഞാനാണെങ്കിൽ കിൻഡർ ജോയുടെ ടോയ് കളക്ഷൻ തുടങ്ങിയിട്ട് കുറേ നാളായി. എനിക്കാണെങ്കിൽ ഇനി ഹാരി പോട്ടറിൻ്റെ കിൻഡർ ജോയ് മാത്രം കിട്ടിയാൽ മതിയായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ അത് മേടിക്കാൻ വേണ്ടിയിട്ട് ലുലു മാൾ വരെ വന്നേക്കണേയാണ്. ഇവിടെയും ഹാരി പോട്ടറിൻ്റെ കിൻഡർ ജോയ് ഇല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ കിൻഡർ ജോയ് എല്ലാം കുലുക്കി നോക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി വീട്ടിൽ പോയി അൺബോക്സ് ചെയ്യാം. നമുക്കത് പൊട്ടിക്കാം. ബേബി അത് പൊട്ടിക്ക്, ഇത് അമിത അത് പൊട്ടിക്കാം. ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. യെസ്, പൊട്ടിയേ. പൊട്ടിച്ചു വരാം. ഓ ബേബി മിഠായി മാറ്റി വയ്ക്കുക. കളിപ്പാട്ടം പൊട്ടിക്കാം. പൊട്ടിച്ചാ കളിപ്പാട്ടം പൊട്ടിക്കതേ. അപ്പൊ ഇതാണ് ഗൈസ് ബേബിക്ക് കിട്ടിയ ഗിഫ്റ്റ്. ഗൈസ് ബേബി ആണെങ്കിൽ ചോക്ലേറ്റ് കഴിക്കുന്നതാണ്. നമുക്കിപ്പോൾ ടോയ് ഇട്ട് മാറ്റി വയ്ക്കാം. ഞാൻ എൻ്റെ പൊട്ടിക്കാം. എൻ്റെ ലൂണി ടോൺസിൻ്റെ ആണ്, ബേബിൻ്റെ സൂപ്പർ മാരിയോയുടെ ആണ്. അപ്പോൾ എനിക്ക് ലൂണി ടോൺസ് നോക്കാം. അപ്പോൾ എനിക്കാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കുഞ്ഞിത്താറാനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫിറ്റ് ചെയ്യണത് പിന്നെ ഫിറ്റ് ചെയ്യാം. ഞാൻ ആദ്യം തന്നെ ഇതൊക്കെ എടുത്തിട്ട് ടോയ്സ് മാറ്റി വയ്ക്കാം നമുക്ക്. നമ്മളാണെങ്കിൽ 2 കിൻഡർ ജോയുടെ ചോക്ലേറ്റെല്ലാം കഴിച്ചു, 2 ടോയും മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത 2 പൊട്ടിക്കാം. അപ്പൊ ഞാനിനി അടുത്തത് സൂപ്പർ മാരിയോടെയാണ് പൊട്ടിക്കുന്നത്. ബേബി ആണെങ്കിൽ വിൻഡോൺസിനെ പൊട്ടിക്കാം. ഇത് ഈസിയായിട്ട് പൊട്ടിച്ചു. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ടോയ് പൊട്ടിക്കാം. യൂണിക്കോൺസിന് ബേബി പൊട്ടിച്ചോളും. ബേബി ഇതാ പൊട്ടിക്കട്ടെ. ചോക്ലേറ്റ് ബേബി കഴിക്കുന്നതാണ്. അപ്പം ഞാനാണെങ്കിൽ കിൻഡർ ജോയ് എല്ലാം പൊട്ടിച്ച് കഴിക്കണതാണ്. പക്ഷെ ബേബി ആണെങ്കിൽ ഇതുവരെയായിട്ട് കിൻഡർ ജോയ് ഒന്നും പൊട്ടിച്ചിട്ടില്ല കേട്ടോ. അവനാണെങ്കിൽ ഇതാ ടോയ് പൊട്ടിക്കാനുള്ള ശ്രമത്തിലാണ്. ബേബി സൈനാണെങ്കിൽ കൈ വെച്ച് പൊട്ടിക്കാൻ പറ്റാഞ്ഞിട്ട് പല്ല് വെച്ച് പൊട്ടിക്കണാണ്. ബേബി ഹെൽപ്പ് വേണോ? ഇത് പുതിയതാട്ടോ, നമുക്ക് ഇതുവരെയായിട്ട് ഇത് കിട്ടിയിട്ടില്ല. കാണിച്ചേ. അപ്പൊ ഗൈസ് നമുക്കിപ്പോൾ 2 പുതിയതായിട്ട് കിട്ടിയിട്ടുണ്ട്. ബാക്കി 2 എനിക്ക് നേരത്തെ ഉള്ളത് തന്നെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 2 നമുക്ക് പുതിയതായിട്ട് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് ഈ ഗിഫ്റ്റ് ഒക്കെ സെറ്റാക്കാം. അപ്പം ഞാനാണെങ്കിൽ എല്ലാ കിൻഡർ ജോയ് ഓപ്പൺ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ടോയ്സാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പം നമുക്ക് ടോയ്സ് സെറ്റാക്കണം. അതിന് മുമ്പ് നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്. എപ്പോഴും കിൻഡർ ജോയ് ചുമ്മാ കഴിക്കുന്നതാണ് പതിവ്. അപ്പോൾ ഞാനാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ബ്രെഡിൽ തേച്ച് കഴിക്കണം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഞാനാണെങ്കിൽ കിൻഡർ ജോയുടെ ക്രീമെല്ലാം വാരി പറക്കി തന്നെ ബ്രെഡിലേക്ക് തേച്ച് കൊടുക്കണതാണ്. നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ സോഫ്റ്റ് ബ്രെഡിൻ്റെ ഒപ്പം ഈ ഒരു ക്രഞ്ചിനെസ്സും പിന്നെ നല്ല ക്രീമൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ബേബിക്ക് കൊടുത്ത് നോക്കാം. കഴിക്കേ. ഗുഡ്. ബേബിക്ക് കഴിച്ചിട്ടൊന്നും പറയാൻ വെച്ചാണല്ലോ വായിലുള്ളതുകൊണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും മസ്റ്റ് ട്രൈ ആയിട്ടാണ്. കിൻഡർ ജോയ്ക്ക് എപ്പോഴും മേടിക്കുകയാണെങ്കിൽ ബ്രെഡൊക്കെ വീടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഇനി ടോയ്സ് സെറ്റാക്കാം. അപ്പോൾ ബേബീസിനെ എനിക്ക് ഓരോന്നൊക്കെ പറക്കി തരുന്നുണ്ട്. അപ്പോൾ ഏതാണെന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് വേണം സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് സെറ്റാക്കാൻ നോക്കാം. ഏത് ബേബി അത് സെറ്റാക്കണ്ടേ? തരാവി. ഓക്കെ, പേര് താരാവിനെ സെറ്റാക്കണ്ടേ? നമുക്ക് ആദ്യം ഇവർ തന്നേക്കണ കുഞ്ഞൊരു സംഭവം ഉണ്ട്. ഇതൊക്കെ നമ്മൾ നോക്കിയാലാണ് നമുക്ക് കാര്യം മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പം ഒരു മിററൊക്കെ വെച്ചിട്ടുള്ള ഒരു താരാവിനെയാണ് നമ്മൾ ഫസ്റ്റ് സെറ്റാക്കാൻ വേണ്ടി പോണത്. തരാം, ഇതാണ് ആ മിററിന് സാധനം വരുന്നത്. ഇതിലേക്ക് നമ്മൾ തന്നെ ഈ ഒരു സിൽവർ സംഭവമില്ലേ, ഇത് ഒട്ടിച്ചു കൊടുക്കണം മിററിൻ്റെ ആ ഒരു ഇതിൽ. അപ്പം ഇതാണ് മിറർ വരുന്നത്.
ഇത് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഗൈസ്, കുഞ്ഞിത്താറാവിന് വരെ സ്റ്റാൻഡിങ് മിറർ ഉണ്ട്. പക്ഷെ എൻ്റെ വലിയ ആഗ്രഹമാണ് കേട്ടോ സ്റ്റാൻഡിങ് മിറർ മേടിക്കുന്നത്. ഇതുവരെയായിട്ട് എനിക്ക് മേടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാനാണെങ്കിൽ തന്നെ കുഞ്ഞിത്താറാവിന് സ്റ്റാൻഡിങ് മിററെല്ലാം സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള മിറർ ഒട്ടിക്കൽ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിലും ഫ്രണ്ടിലായിട്ട് താരാവിനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ബേബി താരാവി ഇതാ. ഇതാ താരാവി, ഇതാ താരാവി, ഇതാ താരാവി. അപ്പോൾ കുറേ താറാവി ഉണ്ട്. നമ്മൾ 2 താറാവി മേടിച്ചുകൊണ്ട് ഫുൾ കൺഫ്യൂഷൻ ആയി. ഇതിപ്പോൾ ഏത് താറാവിയാണോ നമുക്ക് എക്സ്പ്രഷൻ വെച്ച് കണ്ടുപിടിക്കാം. ഈ താറാവി നമ്മൾ ഫ്രണ്ടിൽ വെച്ച് കൊടുക്കണം. അപ്പൊ ഗൈസ്, നമ്മുടെ താറാവ് സെറ്റ് ആയിട്ടുണ്ട്. താറാവ് സെറ്റ് ആയി. താറാവ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഗൈസ്, ബേബി ആണെങ്കിൽ കയ്യെല്ലാം അടിക്കുന്നുണ്ട് താറാവ് സെറ്റ് ആയിട്ടെന്ന് പറഞ്ഞപ്പോ. അപ്പൊ നമുക്ക് ഈ താറാവിനെ തന്നെ സൈഡിലേക്ക് വെക്കാം. അപ്പൊ നമുക്ക് അടുത്ത താറാവിനെ സെറ്റ് ആക്കിയാലോ. അടുത്തത് ഒരു കിച്ചണിലെ താറാവിയാണ്. അപ്പൊ നമുക്ക് കിച്ചണിന്റെ ബാക്ക്ഗ്രൗണ്ട് തന്നിട്ടുണ്ട്, താറാവിനെ തന്നിട്ടുണ്ട്, ഒരു സ്പൂണൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിൽ വേണം എന്ത് ചെയ്യാൻ വേണ്ടിട്ട്, താറാവിനെ ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ നമുക്ക് ഫ്രണ്ടും ബാക്കും ഫസ്റ്റ് തന്നെ താറാവിനെ സെറ്റ് ആക്കാം. മോസ്റ്റ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഈ ഒരു കിച്ചണിന്റെ താറാവിലെ മോസ്റ്റ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏപ്രൺ ധരിക്കലാണ്. ഇച്ചിരി ടഫാണ്. കാരണം ഇത് നൈസ് തുണിയാണ്. ഇത് നമ്മൾ ഈ കുഞ്ഞി താറാവിൽ എങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കും? നമ്മൾ മനുഷ്യർക്കാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇത് കുഞ്ഞി താറാവിലേക്ക് ഏപ്രൺ വെച്ച് കൊടുക്കാന്ന് പറയുന്നത് ഭയങ്കര വലിയ കാര്യമാണ്. വീട്ടിൽ ബേബി നമുക്ക് ഏപ്രൺ വെച്ച് കൊടുക്കണ്ടേ? ഏപ്രൺ യെസ് യെസ് ഓക്കെ. നമ്മുടെ 2 താറാവ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഗൈസ്, ഇനി അടുത്തതായിട്ട് നമ്മൾ സൂപ്പർ മാരിയോയുടെ ടോയ്സിലേക്കാണ് പോണത്. അപ്പൊ താറാവെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സെറ്റ് ആക്കാം. ഇത് പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. നമ്മൾ ഈ സ്റ്റിക്കർ ഒന്ന് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുത്താൽ മതി. നമുക്ക് ഈ ബാഗിലൊക്കെ ഒരു കീ ചെയിൻ ആയിട്ട് യൂസ് ചെയ്യത്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കീ ചെയിനാണിത്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ഈ ഒരു കീ ചെയിൻ എനിക്ക് ഇതിനു മുമ്പ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇതായിരുന്നു എൻ്റെ നോട്ടപ്പുള്ളി. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതുപോലത്തെ പറഞ്ഞാൽ കിട്ടിയിട്ടില്ല. ആൻഡ് ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ നോട്ടൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തന്നെ തരാം. ഇത് വലിയ പണിയൊന്നുമില്ല. ഈ 2 കാണുന്ന ഹോളിൽ നമ്മളിതൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് എന്തെങ്കിലും നോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ മാത്സിൽ നമ്മൾ എന്തെങ്കിലും പ്രോബ്ലംസ് ചെയ്ത് നിർത്തി വെച്ച് അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പ്രോബ്ലംസാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊന്ന് റിവിഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് തന്നെ ഇതിങ്ങനെ എടുത്തിവിടെ വെക്കാം. അപ്പോൾ ഇന്ന പേജിൽ ഇന്ന നമ്പറിലെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു എന്നൊക്കെ ഒന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നെ ഇതുപോലെ എന്താ പറയുക ഒരു നോട്ടൊക്കെ എന്താ പറയുക ഇങ്ങനെ നമുക്ക് ഇത് ഹുക്ക് ചെയ്ത് വെക്കാം. അത് തന്നെ. അപ്പോൾ ഗൈസ്, നമ്മുടെ ടോയ്സ് എല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, കിൻഡർജോയ് കളക്ട് ചെയ്യുന്നത് എനിക്ക് ഇന്നലെ തുടങ്ങിയതല്ല, കുറേ ദിവസം മുമ്പ് തുടങ്ങിയേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് എൻ്റെ കിൻഡർജോയ് കളക്ഷനിൽ കൊണ്ടുവച്ചാലോ സുബാ. അപ്പോൾ ഗൈസ്, ഇനി വെക്കാനായിട്ട് ഒട്ടും സ്ഥലമില്ല. ഫുള്ള് ഞാൻ നിറഞ്ഞു നിൽക്കുന്നതാണ്. അപ്പം ഞാൻ ഇത് എവിടെ വെക്കും? ഒതുക്കി ഒതുക്കി വെക്കാൻ നോക്കാം. ഗൈസ്, ശരിക്കും പറഞ്ഞാൽ ഞാൻ വെക്കാൻ ഒട്ടും സ്ഥലമില്ല. ഒരെണ്ണം വെക്കുമ്പോൾ ഒരെണ്ണം തെന്നി മാറി പോണെയാണ്. ഇത് മറിഞ്ഞടിപ്പോണം. ഇനി ഒരെണ്ണം കൂടി ഞാൻ പണിയേണ്ടി വരും ഇതിൻ്റെ ഇടയ്ക്ക്. ഈ ഒരു കൊട്ട അല്ലേ. ഈ 2 കുഞ്ഞിത്താറാവിനെ വെക്കണമെങ്കിൽ ഈ ഒരു കുഞ്ഞിത്താറാവിനെ എടുക്കണം ഗൈസ്. ഈ ഒരു ഫുൾ ഗ്യാങ്ങിനെ എടുത്തിട്ട് വേണം ഫിറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു പസിൽ പോലെയാണ്. നമ്മൾ തന്നെ ഇതിങ്ങനെ ഫിറ്റ് ചെയ്ത് പോകേണ്ടതാണ്. അപ്പോൾ ഈലുമ വെക്കണം നമ്മൾ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്കിത് എടുക്കാം.
പൊട്ടാണ്ട് വേണം ഗൈസ് നമുക്ക് ഇതിനെടുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിനെടുക്കുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട്. ഇനി ഞാൻ ഇതുപോലെ തന്നെ ഇതിന് ഫിറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ല ഗൈസ്, പൊട്ടാണ്ട് നമ്മൾ എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനത്തെ സാധനം കുറേ ഉണ്ട് ഇവിടെ. ഇതൊക്കെ പറക്കി 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 നമ്മൾ എടുക്കണം. ഓരോന്നായിട്ട് നമുക്ക് പറക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ 2 കുഞ്ഞി താറാവിനെ ഈ ഒരു ഗ്യാങ്ങിലേക്ക് ഫിറ്റ് ചെയ്താലോ? കം വിത്ത് മീ. ഞാൻ പറയാൻ വിട്ട ഒരു കാര്യമുണ്ട്. ബാറ്റ്മാനും കൂടെ ആയിട്ട് ഇതിൽ വരുന്നതാണ് കിൻഡർ ജോയ് കളക്ഷനിൽ. പക്ഷെ അത് ഞാൻ എൻ്റെ ബാഗിൽ തൂക്കിയിട്ടേക്കുന്നതാണ്. കാരണം കീച്ചയും പോലെയാണുള്ളത് വരുന്നത്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാറ്റ്മാനെ താഴെ നിന്ന് ഇവിടെ കൊണ്ടുതന്നെയായിരിക്കും. അപ്പോൾ അതും കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെന്തായാലും ഫിറ്റ് ചെയ്യാം. ഓ 2-3 ഇത് റൗണ്ട് ആയനട്ടോ അല്ലേ? അപ്പോൾ ഗൈസ് ഇനി നമുക്ക് ഇത് 2 എണ്ണം കൂടി കിട്ടിയാൽ മതി ഇത് കംപ്ലീറ്റ് റൗണ്ട് ആകാം. സോ ഐ എം സോ എക്സൈറ്റഡ് ടു കംപ്ലീറ്റ് ദിസ്. അപ്പോൾ ഗൈസ് ഇനിയാണെങ്കിൽ എനിക്ക് 2 കുഞ്ഞിത്താറാനും കൂടെ കിട്ടിയാൽ മതിയായിരുന്നു ഈ ഒരു റൗണ്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ഫുൾ കുറ്റബോധം. ഇന്ന് മേടിച്ച് 2 എണ്ണം ഇത് മേടിച്ചാൽ മതിയായിരുന്നു എന്ന്. സാധാരണ എല്ലാവരും കിൻഡർ ജോയ് മേടിക്കുക, കഴിക്കുക, പിന്നെ ടോയ്സ് ആണ് സൂക്ഷിച്ച് വെക്കാറ്. ഞാനാണെങ്കിൽ ടോയ്സും വെക്കാറുണ്ട്. ഇതിൻ്റെ എല്ലാ കവറും എൻ്റെ കയ്യിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. കാരണം ഇത് അത്രയ്ക്ക് പ്രഷ്യസ് ആണ്. കവർ വരെ കൊണ്ടേ കളയുമ്പോൾ നമുക്ക് പൈസേൻ്റെ ഒരു മൂല്യം അത് മനസ്സിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതുപോലും കളയാൻ തോന്നാറില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ ഭംഗിയെല്ലാം തോന്നും, പക്ഷെ ഇത് ലോട്ട്സ് ഓഫ് എഫേർട്സ് ആണ്. ഈ ബൗളിൽ കാണുന്ന ഫുൾ കിൻഡർ ജോയ് ആണ് എൻ്റെ സമ്പാദ്യം. അപ്പോൾ ഗൈസ് ഇതെൻ്റെ ഒരുപാട് നാളത്തെ എന്താ പറയുക സൂക്ഷിച്ച് വെക്കലാണ്. അപ്പോൾ ഇതെനിക്ക് ഉമ്മ മേടിച്ചു തന്നിട്ടുണ്ട്, വാപ്പ മേടിച്ചു തന്നിട്ടുണ്ട്, സ്വന്തം മേടിച്ചിട്ടുണ്ട്, വാപ്പ മേടിച്ചു തന്നിട്ടുണ്ട്, അച്ഛൻ മേടിച്ചു തന്നിട്ട് അങ്ങനെ ഒരുപാട് പേര് മേടിച്ചു തന്നത്. ഇപ്പോൾ 50-ൽ മേലെ എനിക്ക് കിൻഡർ ജോയ് കളക്ഷൻ ഉണ്ട്. ഇതിൽ വർഷത്തിൽ ഏറിയതുണ്ട്, പിന്നെ ഈ അടുത്ത് മേടിച്ചതുണ്ട്, ഇന്ന് മേടിച്ചതുണ്ട്, പിന്നെ എന്താ പറയുക കുഞ്ഞിലെ മേടിച്ചതുണ്ട്. ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ ഇതൊക്കെ മേടിച്ച് ഉള്ളവർക്ക് അറിയാം. ഇതൊക്കെ കുഞ്ഞിലെ മേടിച്ചതാണ്. ജംസിൻ്റെ ഒരു ഉണ്ട ജംസ് ഉണ്ട് ഗൈസ്, അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാണ് ഇതൊക്കെ. അതൊക്കെ ഇന്നും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിന് വലിയ കാര്യമാണ്. പക്ഷെ ഇത് നമ്മൾ വേറെ ആൾക്ക് പറഞ്ഞു കൊടുത്ത് കഴിഞ്ഞാൽ മനസ്സിലാകില്ല. കാരണം നമ്മളിത് കുഞ്ഞിനെ സൂക്ഷിച്ചിരിക്കണം. അപ്പം എൻ്റെ ഒരു ഇതിൽ വേറെ ആരും ചിന്തിക്കില്ല. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഐസിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ മാറും. ഇതിപ്പോൾ നീലയല്ലേ, ഇത് പച്ചയാകും. ഇതുണ്ടല്ലോ മഞ്ഞയല്ലേ, ഇത് നേരെ മാറിയിട്ട് എനിക്ക് തോന്നുന്നു വയലറ്റ് ആണെന്ന് തോന്നുന്നു. ഇത് നമ്മൾ ഐസിൽ വെച്ച് നോക്കാം. ഇതിപ്പോൾ ഉള്ളവർക്ക് ആർക്കും അറിയത്തില്ലെങ്കിൽ ഇതൊന്ന് നോക്കാം. എൻ്റെ ഒരു ഫ്രണ്ട് ദിയ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവളാണ് എനിക്കിത് പറഞ്ഞു തന്നത്. സോ താങ്ക്സ് ടു ദിയ. പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയേക്കുന്ന ഒരുപാട് കിൻഡർ ജോയ് ഉണ്ട് ഇതിൽ. ബാറ്റ്മാൻ്റെ ഉണ്ട്, ഹാരി പോട്ടറിൻ്റെ എനിക്ക് കിട്ടിയില്ല ഗൈസ്. ബാക്കിയൊക്കെ ഇതിലുണ്ട്. എന്താ പറയുക കുഞ്ഞിത്താറാവിൻ്റെ ഉണ്ട്, കുഞ്ഞിത്താറാന്ന് നട്ട് വിളിക്കാറ്. പിന്നെ സ്പൈഡർമാൻ്റെ ഉണ്ട്. സ്പൈഡർമാൻ്റെ മേടിച്ച് ലാസ്റ്റ് സ്പൈഡർമാൻ്റെ കിട്ടിയായിരുന്നു. ഇതാണ് സ്പൈഡർമാൻ്റെ. ആദ്യം ബ്ലാക്ക് സ്പൈഡർമാൻ 2 കിട്ടി. ഇതാണ് 2. ബ്ലാക്ക് സ്പൈഡർമാൻ 2 കിട്ടി. അത് കഴിഞ്ഞിട്ട് സ്പൈഡർമാൻ കുറെ കിട്ടി. പിന്നെ ഈ ഒരു കറുത്ത സാധനം, അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, ഇത് കുറെ കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക കുഞ്ഞിത്താറാവാണ് മീൻ. അപ്പോൾ അത് കുറെ മേടിച്ചിട്ടുണ്ട്. 10 മേളിലുണ്ട് അത്. പിന്നെ എന്തൊക്കെയാണ് മേടിച്ചിട്ടുണ്ട്? പിന്നെ സൂപ്പർ മാരിയോട് കുറേ മേടിച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ കുറേ തപ്പി എനിക്ക് ആദ്യം ഉണ്ടല്ലോ സ്റ്റാർ മേടിക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെ തപ്പി സ്റ്റാർ കിട്ടിയപ്പോഴാണെങ്കിലോ പിന്നെ കിട്ടണേൽ മൊത്തം സ്റ്റാർ. എന്തോ 4 സ്റ്റാറും കണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് തന്നെ. 4 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്, 4 സ്റ്റാർ. പിന്നെ തന്നെ ഇന്ന് മേടിച്ചതിൽ കിട്ടിയതാണ് തന്നെ ഇതും. ഇതുപോലത്തെ 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഇതിൽ മോസ്റ്റ് ആയിട്ടുള്ള ഇപ്പോൾ പുതിയതായിട്ട് ഏതൊക്കെയായിരുന്നു? സ്പൈഡർമാന്, സൂപ്പർ മാരിയോ, കുഞ്ഞിത്താറാവ്, ഇതൊക്കെയാണ് പുതിയതായിട്ട് ഇറങ്ങിയ എഡിഷൻ എന്ന് പറയുന്നത്. പിന്നെ ബാറ്റ്മാന്, പിന്നെ ഹാരി പോട്ടർ ഉണ്ട്. ബട്ട് അത് എനിക്ക് കിട്ടിയില്ല. ഞാൻ ലുലുമാൾ വരെ പോയി എല്ലാ കടയിലും നോക്കി, ഹാരി പോട്ടർ കിട്ടിയില്ല. സോറി. ബാക്കി എല്ലാം ഇതിലുണ്ട്. ബാറ്റ്മാൻ കാണിച്ചിടാം. ബാറ്റ്മാന്, പിന്നെ തന്നെ ഇത് ഫ്ലാഷ് ഉണ്ട്, ബാറ്റ്മാൻ ഉണ്ട്. പിന്നെ തന്നെ ഇതിൽ തന്നെ പറ്റിക്കപ്പെട്ടു. ഈ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ടൊരു ഗുണമില്ല. നമുക്ക് മറ്റേ ഇങ്ങനെ കൊളുത്തട്ടോ, നമ്മുടെ ബാഗിലൊക്കെ കൊളുത്ത് വെക്കാം. പിന്നെ ഇതുപോലത്തെ വേറെ ഓർമ്മ ഉണ്ടായത് പച്ച കളർ, ഇതുപോലത്തെ തന്നെ ഒരു വേറെ സാധനം. അത് തന്നെ ഇനി എവിടെയോ കൊണ്ടേ കളഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതും കാണിച്ചത്. അപ്പം 4 എണ്ണമാണ് ബാറ്റ്മാൻ്റെ മേടിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്കിപ്പോൾ ഇത്ര കിൻഡർ ടോയ്സ് കണ്ടാൽ പോരാ, ഇതിന് മേലെ കാണാനാണ് എൻ്റെ അനിയൻ. പിന്നെ നല്ല പുള്ളി ആയതുകൊണ്ട് എനിക്കിപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. നമുക്കിതൊന്ന് അടുക്കി പറക്കി വെച്ചൊന്ന് കണ്ടാലോ? അപ്പോൾ ഞാനാണെങ്കിൽ തന്നെ ഓരോന്നൊക്കെ ആയിട്ട് അടുക്കി പറക്കി വെക്കുന്നതാണ്. എൻ്റെ അനിയനാണെങ്കിൽ ഞാൻ എപ്പോൾ അടുക്കി പറക്കി വെച്ചാലും ഓരോന്ന് വന്നിട്ട് നശിപ്പിക്കുക. അതുകൊണ്ട് അടുക്കി പറക്കലൊന്നും എനിക്ക് അത്ര വലിയ പുത്തിരിയല്ല കേട്ടോ. അത് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളതാണ്. അപ്പോൾ ഗൈസ് ഞാനാണെങ്കിൽ തന്നെ ഇവിടെ എല്ലാം അടുക്കി പറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഷെൽഫിലേക്ക് എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തേക്ക് എത്ര ഉണ്ടോ? സീ യു ടുമോറോ.